day. Cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay. എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. 12.8 വോൾട്ട് 12 Hന്റെ ലിഥിയം ബാറ്ററി പാക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. 3.2 വോൾട്ട് തരുന്ന ഒരു 8 സെല്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 12.8 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇവിടെ സ്പോട്ട് വെൽഡിങ് ചെയ്തല്ല ഓരോ സെല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, നമ്മൾ സോൾഡർ ചെയ്തിട്ടാണ് സെറ്റാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് PPD പേസ്റ്റാണ്. സാധാരണ നമ്മൾ സോൾഡറിങ്ങിൻ്റെ ലെഡും ആ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ സമയമെടുക്കാനും നമുക്ക് അങ്ങനെ സമയമെടുക്കുമ്പോൾ ഹീറ്റായിട്ട് ചിലപ്പോൾ നമ്മുടെ സെല്ല് ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. PPD പേസ്റ്റ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. PPD പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സെല്ല് എന്തെങ്കിലും ഒരു ഇതുപയോഗിച്ചിട്ട് നല്ല രീതിയിൽ സ്ക്രാച്ച് ചെയ്തിട്ട് അവിടെ PPD പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് സോൾഡർ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ പണി കഴിയും. പിന്നെ നിക്കർ സ്റ്റെപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിൽ കൂടെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ നിക്കർ സ്റ്റെപ്പ് അവിടെ പിടിച്ചിരിക്കുന്നതായിരിക്കും. പണി നമുക്ക് പെട്ടെന്ന് തീർക്കാൻ സാധിക്കും. നല്ല സ്ട്രോങ് സോൾഡറിങ് ആയിരിക്കും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സോൾഡർ ചെയ്തിട്ട് നമ്മൾ തീർക്കണം. അത് നല്ല ശക്തമായ സോൾഡറിങ് ആയിരിക്കും ചെയ്യണം. ഒത്തിരി ഹീറ്റായി കഴിഞ്ഞാൽ നമ്മുടെ സെല്ല് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സാധാരണ ആ ലെട്ടും അതുപോലെ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് സോൾഡർ ചെയ്യാണ്ട് ഇരിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് PPD പേസ്റ്റ് വെച്ച് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഞാനിവിടെ കത്രി ഉപയോഗിച്ചിട്ടാണ് ഈ നിക്കൽ സ്ട്രിപ്പൊക്കെ ഇവിടെ ഒതുക്കി പിടിച്ചത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്തെങ്കിലും ചെറിയ തടിയുടെ പീസൊക്കെ വെച്ചിട്ട് ചെയ്യുക. നമ്മുടെ സുരക്ഷയാണ് നമുക്ക് പ്രധാനം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എന്ത് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും തടി പോലത്തെ ഷോർട്ടാവില്ലാത്ത എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് ഒതുക്കി പിടിച്ച് സോൾഡർ ചെയ്യുക. പിന്നെ PPD പേസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾഡർ ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യണം. നമ്മൾ സോൾഡർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അവിടെ നല്ല രീതിയിൽ സ്ക്രാച്ച് ചെയ്ത് ആ ഒരു മിനുസം കളഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സോൾഡർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലെഡ് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സോൾഡറിങ് അയൺ വെച്ച് ചെയ്യുമ്പോൾ അവിടെ ഉണ്ട കെട്ടി നമ്മുടെ ലെഡ് അവിടെ കിടക്കും. സോൾഡറിങ് പിടിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സ്ക്രാച്ച് ആയതിനു ശേഷം മാത്രം ചെയ്യാം. ഇതാണ് കണക്ഷൻ വരുന്നത്. രണ്ട് സൈഡും നമുക്ക് ഈ രീതിയിൽ സോൾഡർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് BMS ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം. ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഈ ഒരു ബോർഡ് ഉപയോഗിച്ചാണ് ഈ പറഞ്ഞ എല്ലാ സെല്ലുകളെയും കൺട്രോൾ ചെയ്യുന്നത്. ഈ BMS ഉപയോഗിച്ചിട്ട് നമ്മുടെ ഓരോ സെല്ലിലെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അതുപോലെ നമ്മുടെ കൂടുതൽ ആംബിയർ നമ്മൾ ലോഡ് ചെയ്താലും കൂടുതൽ ആംബിയർ നമ്മൾ ചാർജിങ്ങിന് കൊടുത്തു കഴിഞ്ഞാലും എങ്ങനെയാണെങ്കിലും നമ്മുടെ സെല്ലിനെ എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും നോക്കി കൊണ്ടുപോകുന്നത് ഈ ഒരു BMS ആണ്. BMS വലിയ ഒരു സംഭവമാണെങ്കിലും ഇതിൻ്റെ കണക്ഷനൊക്കെ വളരെ നിസ്സാരമാണ്. ഏതൊരു സാധാരണക്കാർക്കും വളരെ ഈസിയായിട്ട് തന്നെ കണക്ട് ചെയ്യാം. നമ്മളിതിൽ ബ്ലാക്ക് വെയർ നെഗറ്റീവാണ്. അത് നമ്മൾ സെല്ലിൻ്റെ നെഗറ്റീവ് തന്നെ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അടുത്ത ബ്ലാക്ക് വെയറോട് ചേർന്ന് കിടക്കുന്ന വയർ അത് കഴിഞ്ഞിട്ട് വരുന്ന വോൾട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അതായത് 3.2 വോൾട്ടായിരിക്കും അവിടെ കണക്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറമുള്ള വോൾട്ടിൽ കണക്ട് ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് നമ്മുടെ കണക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണ്. അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം ഞാനിപ്പോൾ തന്നെ നിങ്ങളെ കാണിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങൾ സോൾഡർ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ടും നല്ല ശക്തമായ രീതിയിൽ അവിടെ പിടിച്ചിരിക്കാൻ അതിനെ സോൾഡർ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ PPD പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കണക്ഷൻ ഡയഗ്രാം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഈസിയാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഒരു 6Hൻ്റെ ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ച് മനസ്സിലാക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ താമസിക്കാൻ തന്നെ വേണമെങ്കിൽ ഒരു BMS കണക്ഷനെ കുറിച്ച് തന്നെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലിഥിയം ബാറ്ററി പാക്ക് എവിടെ നിന്ന് മേടിക്കാം അല്ലെങ്കിൽ ലിഥിയം സെല്ലൊക്കെ എവിടെ നിന്ന് മേടിക്കാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം ദിവസങ്ങളായി. എന്തായാലും ആ വീഡിയോ ലേറ്റ് ആയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഉടൻ തന്നെ നമ്മുടെ ചാനൽ അതിനെക്കുറിച്ചൊരു വീഡിയോ വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ
ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കുമ്പോൾ സോൾഡർ ചെയ്തിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് വെൽഡിങ് ചെയ്തിട്ട് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ സാധാരണക്കാരനായതുകൊണ്ട് എപ്പോഴും സോൾഡറിങ് ആയിരിക്കും വളരെ ഈസി. അത് ഈ പറയുന്ന രീതിയിലൊക്കെ സോൾഡർ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സോൾഡർ ചെയ്ത് അത് റെഡിയാക്കാൻ സാധിക്കും. നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നമ്മൾ ഇതുപോലെ നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. അതിനായിട്ട് നിങ്ങൾ ഒരു ലൈക്ക് അടിച്ച് മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മതി. വേറെ ഒരു രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇപ്പോൾ നമ്മുടെ പണി പൂർത്തിയായിട്ട് ഇതിൻ്റെ ചാർജ് എന്തുകൊണ്ട് നോക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ BMS ബോർഡിൽ നിന്നും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും എടുത്തിട്ട് സെല്ലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ 13 പോയിൻ്റ് കിട്ടുന്ന ആ ഒരു കണക്ഷനിലേക്ക് സെല്ലിൻ്റെ അങ്ങോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ്. അതിനുശേഷം നമ്മുടെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യും BMSൽ നിന്ന്. അതിനുശേഷം നമ്മുടെ കണക്ഷൻ ഏകദേശം BMS കംപ്ലീറ്റ് ആയി. പിന്നെ 2 പോസിറ്റീവും നെഗറ്റീവും വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങിനുമായിട്ട് യൂസ് ചെയ്യാം. വളരെ സിമ്പിളാണ്. കണക്ഷനൊക്കെ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ആർക്കും ഇതുണ്ടാക്കാൻ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും ഇപ്പോൾ കാണുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്ക്രാച്ച് ചെയ്തിട്ട് ആ മിനുസൊക്കെ കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ PPD പേസ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വയർ ഒന്ന് ചൂടാക്കിയാൽ തന്നെ അവിടെ നല്ല രീതിയിൽ ഉരുകി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്ത് അവിടെ വയ്ക്കാം. ഞാനിത് ഫാസ്റ്റ് ചെയ്തൊന്നും കാണിക്കുന്നില്ല, ഇപ്പോൾ കറക്റ്റ് ഞാൻ വെച്ച സമയം മാത്രമേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. നമ്മൾ അതിന് ശേഷം ഇതൊക്കെ ഒന്ന് നീറ്റായിട്ട് എന്തെങ്കിലും പശയൊക്കെ ഉപയോഗിച്ചിട്ട് വയറൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഐഡിയപരമായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ഷനൊക്കെ ഫുള്ളായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ടെസ്റ്റിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഇത് സോളാറിൽ നിന്നാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ബാക്കപ്പ് ടൈമും ഒക്കെ പുതിയ പുതിയ വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.